നിങ്ങളുടെ പ്രിയപ്പെട്ട സ്കഡ് മീഡിയയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ലോക പ്രശസ്ത സ്കഡ് മീഡിയയിൽ നിന്ന് സ്കഡിന്റെ സ്വന്തം ലേഖനായ ഹരിയാണ് സംസാരിക്കുന്നത്. കൊച്ചിയിൽ ഐമാക്സ് വന്നതിന്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഐമാക്സ് എക്സ്പീരിയൻസ് ചെയ്തൊരു വീഡിയോ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഐമാക്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ സിനിപോളിസിൽ വന്നിരിക്കുകയാണ്. പിന്നെ കൊച്ചിയിൽ സിനിപോളിസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇപ്പൊ നിലനിൽക്കുന്ന ഐമാക്സിലൂടെയാണ്. എസ്കലേറ്ററിലൂടെ സഞ്ചരിക്കുമ്പോൾ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏതോ 5 സ്റ്റാർ ഹോട്ടലിൽ ചെന്നൊരു ഫീലാണ്. ഈ 10 പേര് സിനിപോളിസിൽ വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഐമാക്സ് തന്നെയാണ്. ഞാനും അങ്ങനെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. ടിക്കറ്റ് റേറ്റിന്റെ കാര്യം പറയാനാണെങ്കിൽ അമേരിക്കയിലെ തക്കാളിയുടെ വില കൂടിയെന്നും പറഞ്ഞ് ടിക്കറ്റ് റേറ്റ് കൂട്ടുന്ന ടീമുകളായതൊക്കെ. ഐമാക്സിൽ ഒരു 3D പടം എക്സ്പീരിയൻസ് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. ഇവർക്ക് തോന്നിയ പോലാണ് ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് ചാർജ് ചെയ്യുന്നത്. കൊച്ചിയിൽ ആകെയുള്ള ഒരു ഐമാക്സ് ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ തോന്നിയ വില അവന്മാർ മേടിക്കുന്നത്. ഞാൻ ഫോർമുല 1 സിനിമയാണ് കാണാൻ പോകുന്നത്. ടിക്കറ്റ് റേറ്റ് 600 രൂപയാണ്. ഐമാക്സിന്റെ ഫുൾ ഫോം ഇമേജ് മാക്സിമം എന്നാണ്. ഐമാക്സ് എന്ന് പറയുമ്പോൾ ഐമാക്സ് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത കണ്ടന്റ് മാത്രമാണ് ഐമാക്സിൽ പ്ലേ ചെയ്യാൻ സാധിക്കും. ഇവിടെ കണ്ടന്റുകൾ പ്ലേ ചെയ്യാൻ സാധിക്കുമെങ്കിലും ഐമാക്സ് കണ്ടന്റുകൾ പ്ലേ ചെയ്യുമ്പോൾ മാത്രമേ ട്രൂ ഐമാക്സ് എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കും. ബാക്കി വിശേഷങ്ങളൊക്കെ അകത്ത് ചെന്നിട്ട് സംസാരിക്കാം. കൊച്ചിയിൽ ഞാൻ പോയ ഏറ്റവും ബെസ്റ്റ് തിയേറ്റർ ഇതാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് തിയേറ്റർ ഇതാണ്. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഐമാക്സ് ഇതാണ്. ഞാൻ പറയില്ല. നിങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമാണ്. 100 രൂപക്ക് ഇത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. 450 രൂപ വരെ ഓക്കെയാണ്. ഞാൻ നേരത്തെ പ്രശ്നം സ്ക്രീനിന്റെ വലതുവശത്ത് ഡോർ തുറന്ന് ഇട്ടിരിക്കുന്നു കൊണ്ട് സ്ക്രീനിലോട്ട് ലൈറ്റ് അടിച്ചിട്ട് സിനിമയുടെ കാഴ്ച അത് നല്ല രീതിയിൽ ബാധിക്കുന്നു. അതായത് നമ്മൾ ഫോർമുല 1 സിനിമ കണ്ട് ഹരം കയറി ഇങ്ങനെ വരും. സ്ക്രീനിന്റെ സൈഡിലെ ഡോർ അങ്ങോട്ട് തുറക്കും. എനിക്ക് വന്ന കാലിയുണ്ട്. ഒന്നില്ലെങ്കിൽ ഒന്ന് തുറക്കാതെ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു കർട്ടൻ, ഒന്നില്ലെങ്കിലും ഞങ്ങൾ 600 രൂപ കൊടുത്ത് കാണുന്ന ആൾക്കാരാണ്. മറ്റൊരു തമാശ വന്നത് സിനിപോളിസ് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് അടിക്കാനുള്ള കുടിവെള്ളം വെച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ പൈപ്പിൽ നിന്നൊക്കെ കോരി കുടിക്കണ പോലെ. എന്തായാലും സർക്കാർ ഓഫീസിൽ ഇതിലും ബെറ്റർ ആയിട്ട് കുടിവെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സീറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ 600 രൂപയ്ക്കുള്ള സീറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. 600 രൂപയ്ക്ക് കുറച്ചുകൂടി കുഷനുള്ള സീറ്റ് കൊടുക്കാമായിരുന്നു. ഐമാക്സിന്റെ പ്രത്യേകത എവിടെ ഇരുന്നാലും നമുക്ക് സിനിമ നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കും. അതായത് മുന്നിലത്തെ റോ ഒഴിച്ചുള്ള കാര്യമായിട്ട് പറഞ്ഞിരിക്കണം. ലാർജ് സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ കഴുത്തുവേദന എടുക്കാൻ സാധ്യതയുണ്ട്. നോക്കി ചില നെഗറ്റീവുകൾ ഒഴിച്ചു നിർത്തിയാൽ ഓവറോൾ എക്സ്പീരിയൻസ് ഒരു മാർക്കറ്റിംഗ് തട്ടിപ്പാണ് ഇവിടെ ഇരിക്കുന്ന ഈ ഐമാക്സ്. കൂടുതൽ ആൾക്കാരെ സിനിപോളിസിലോട്ട് കൊണ്ടുവരാന്നുള്ള ഒരു തന്ത്രം. PVRലെ PXL സ്ക്രീൻ കൊച്ചി സിനിപോളിസിലെ ഐമാക്സും ചില മണ്ടന്മാരായ ജനങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. PXലും സിനിപോളിസും നമ്മളെ മുതലെടുക്കാന്ന് ഈ മണ്ടന്മാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇപ്പന്മാരുടെ ഈ മുതലെടുപ്പ് അവസാനിക്കണമെങ്കിൽ കൊച്ചിയിൽ കേരള ഫിലിം ഫെഡറേഷൻ ഒരു ഐമാക്സ് തിയേറ്റർ ഓപ്പൺ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മലയാള സിനിമയിലും ഐമാക്സ് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് ഐമാക്സ് കൺവേർട്ടഡുമായിട്ടുള്ള സിനിമകൾ അത് നടന്നാൽ ഇവരൊന്ന് വേർക്കും. ഇവന്മാരുടെ മുതലെടുപ്പും അതോടുകൂടി നിൽക്കും. വരുമെന്നുള്ള പ്രതീക്ഷയിൽ നിർത്തും.